പിള്ളേർ ഇന്നലെ ചോദ്യം ചോദിച്ച 4 പേർക്ക് ഇമ്പോസിഷൻ ഉണ്ടായിരുന്നല്ലോ. ഇന്ന് രാവിലെ എഴുതി ലീഡറിനെ കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. കൊടുക്കാത്തവരല്ലെന്ന് എഴുന്നേറ്റ്. അരവിന്ദൻ മാത്രമേ ഉള്ളോ? ബാക്കി 3 പേരും തന്നിട്ടുണ്ടല്ലോ. ടീച്ചറെ മഹേഷും ഉണ്ട്. ചുമ്മാ ഇരിക്കും, അവൻ എഴുതിയിട്ടൊന്നുമില്ല. ചുമ്മാ ടീച്ചറെ ഞാൻ എഴുതി കൊടുത്തു, വേണമെങ്കിൽ 5 ചോദിച്ചോ. അഞ്ചില് മഹേഷ് ഇമ്പോസ്റ്റ് എഴുതി തന്നായിരുന്നു. ടീച്ചറെ മഹേഷ് ആദ്യം ഇമ്പോസ്റ്റൻ എന്നെ കൊണ്ട് തന്നെ. നിനക്കെത്ര അവനെ കൂടെ വെറുതെ കളയണം കേട്ടോ. മോനെ 50 അല്ലായിരുന്നോ? നാളെ 100 കേട്ടാ. ഇരിക്കണ്ട, പുറത്തു പോയി എഴുതി എന്ന് തീരുന്നോ അന്ന് നീ എന്റെ ക്ലാസ്സിൽ കയറിയാതി. പുറത്തു പോ. അപ്പൊ നാളെ എഴുതിയില്ലെങ്കിൽ നാളെ ക്ലാസ് കയറത്തില്ല? ഇല്ല. മറ്റന്നാൾ എഴുതിയില്ലെങ്കിലും മറ്റന്നാൾ ക്ലാസ് കയറത്തില്ല? ഇല്ല. നീ എന്ന് എഴുതി തീരുന്നോ അന്നേ ഞാൻ ക്ലാസ്സിൽ കയറത്തുള്ളൂ. പക്ഷെ ഓരോ ദിവസം കൂടുന്നവരെ ഇത് ഇരട്ടി ആയിക്കൊണ്ടിരിക്കും. അത് കുഴപ്പമില്ല. എന്തോടെ? ഒന്നുമില്ല, എന്നോടാ പറയാതെ എംബോസിന് എഴുതിയതല്ലയോ. ഇനി നീ ക്ലാസ് ഇരുന്ന് പഠിച്ചു, ഞാൻ പുറത്ത് പോയിരുന്നോളാം. പോട്ടെ ടീച്ചറെ, പോയിട്ട് വരാൻ. ടീച്ചറെ എന്താ മോനെ? ടീച്ചർ സത്യത്തിൽ ഞാൻ 50 തൊട്ട് എഴുതിയില്ല കേട്ടോ, 40 തൊട്ട് എഴുതിയുള്ളൂ. നമ്പർ തെറ്റിച്ചിട്ടേക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, മോ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് നീ ആ 10 എഴുതണ്ട, നീ അവിടെ ഇരുന്നു കേട്ടോ. അതങ്ങനെ ശരിയാവും. അപ്പൊ 50 തൊട്ട് എഴുതി ബാക്കി 2 പേരും മണ്ടന്മാരായി പോത്തില്ലയോ? അത് ശരിയാണല്ലോ. 10 തൊട്ടല്ലേ എഴുതാനുള്ളേ. അത് 20 തൊട്ട് എഴുതിട്ട് നീ ക്ലാസ്സിൽ കയറിയാ മതി. അവന്റെ കൂടെ പോ. ടീച്ചറെ ഇത് കേറിക്കോട്ടെ. കൈ ഒന്ന് നീട്ടിയേ. ഇത് ഇമ്പോസ്റ്റ് എഴുതിക്കൊണ്ട് വരാത്തതിന് കേട്ടാ. അതിന് ഇമ്പോസിന് എഴുതാത്തതിന് തല്ലുള്ള കാര്യം ടീച്ചർ പറഞ്ഞില്ലല്ലോ. അത് സസ്പെൻസ്. ഇന്നൊന്ന്, നാളെ 2, മറ്റന്നാൾ 3. നീ എന്നൊരു എഴുതുന്നു അന്ന് വരെ ഇത് കൂടിക്കൊണ്ടിരിക്കും. ഇമ്പോസ്റ്റ് ഇരട്ടി ആയിക്കൊണ്ടേയിരിക്കും കേട്ടാ. എങ്കിൽ നീ കേറ്. അടുത്തവൻ കൈ നീട്ട്. ടീച്ചർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സത്യത്തിൽ ഞാൻ 50 തൊട്ട് എഴുതി കേട്ടോ. വേണമെങ്കിൽ ടീച്ചറിനെ എണ്ണി നോക്കാൻ. ഞാൻ ടീച്ചറിനെ പറ്റിച്ചതാ. ആണോ? അപ്പൊ നീ പറ്റിച്ചതാ? അപ്പൊ നിനക്ക് 2 കൈ നീട്ട്. നീട്ടാ. 20 തൊട്ടല്ലേ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞേ. നാളെ വരുമ്പോ 40 തൊട്ട് പറ്റിച്ചതിനെ കൂടെ ചേർത്ത് കേട്ടോ. പോയിരേ.